കോള് കണ്ടതും ജാനി പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിപ്പ് നിർത്തി ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി. കുറച്ചു നാളായി ഈ കോളിംഗ് തുടങ്ങിയിട്ട്. ആ കോള് വരുമ്പോഴൊക്കെ ജാനിയുടെ മുഖത്ത് വലിയ പരിഭ്രമം കാണാം. എന്തോ കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ജാനി പോകുന്ന വഴിയെ നോക്കി തമ്പുരു പറഞ്ഞു. മോൾ ഈ പറഞ്ഞത് ജാനി കേൾക്കണ്ട. ഇതങ്ങാനും കേട്ടാലുണ്ടല്ലോ നിന്റെ മൂക്ക് മുറിച്ച് അവൾ ഉപ്പ് തേക്കും. നീ നിന്റെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചോ. അതാ പൊന്നു മോളെ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. മെറിൻ. അതെവിടുത്തെ ന്യായം? ചേച്ചിക്ക് എന്തുമാവാം, ആരെയും വിളിക്കാം. എൻ്റെ ഫോണിലേക്ക് ഒരു ദിവസം ആ അദ്വൈത് സംശയം ചോദിക്കാൻ വിളിച്ചപ്പോൾ അത് പറഞ്ഞ് ചേച്ചി എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അദ്വൈതിനെ വിളിച്ച് ചേച്ചി വഴക്ക് പറഞ്ഞു. അതീ പിന്നെ എന്നെ കണ്ടാൽ അവൻ മാറി നടക്കും. തമ്പുരു. ഓ, അവൻ്റെ ഒരു സംശയം. രാത്രി 12 മണിക്കാണല്ലോ അവന് സംശയം ഉണ്ടാവുക. പിന്നെ മോളെ, നീ ഇപ്പോൾ പഠിക്കുന്ന സമയമാണ്, അതും നിന്റെ ചേച്ചിയുടെ ചിലവിൽ. നീ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ വരെ അവൾ വാങ്ങി തന്നതല്ലേ. നീ സ്വന്തമായി ഒരു ജോലി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന കാശുകൊണ്ട് ഒരു ഫോൺ വാങ്ങി നീ ആരെ വേണമെങ്കിലും വിളിച്ചോ. നിന്റെ ചേച്ചി ഒന്നും പറയില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ? ജോലി. ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? പഠിപ്പ്. അപ്പോൾ മോള് ഫുഡ് കഴിച്ച് വേഗം പോയി പഠിച്ചോ. മെറിൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. രണ്ടും കണക്കാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തമ്പുരു ഭക്ഷണവുമായി സോഫയിലേക്ക് പോയി. ചേച്ചിക്ക് പറ്റിയ അനുജത്തി തന്നെ. ആരാണ് ഈ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, മെറിൻ ചിന്തിച്ചു. ബാൽക്കണിയുടെ ലോക്ക് കുറ്റിയിട്ട് എന്ന നമ്പറിലേക്ക് ജാനി തിരിച്ചു വിളിച്ചു. അതേ, ഇങ്ങനെ തോന്നിയ സമയത്തൊന്നും വിളിക്കല്ലേ. ഇന്ന് രാവിലെ ഫോൺ വന്നപ്പോൾ അത് എടുത്തുകൊണ്ട് വന്നത് തമ്പുരുമോളാ. ആരാണ് എന്ന് അവൾ എന്നോട് തിരിച്ചും മറിച്ചുമെല്ലാം ചോദിച്ചു. എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ തടി തപ്പി. പക്ഷേ അവൾക്ക് നല്ല സംശയമുണ്ട്. അതൊക്കെ പോട്ടെ, നീ വിളിച്ച കാര്യം പറ. ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ അനുഭവിച്ച വേദനകളെല്ലാം നിനക്കറിയാമല്ലോ. നീ അതൊക്കെ നേരിട്ട് കണ്ടതല്ലേ. അന്ന് എനിക്കൊരു ആശ്വാസത്തിന് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിന്നെ ഞാൻ ഈ ജന്മം മറക്കില്ല. നിന്നോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും എന്ന് കരുതി ഞാൻ എല്ലാം പൊറുക്കുന്നവളാണ് എന്ന് കരുതരുത്. എൻ്റെ ഉള്ളിലുമുണ്ട് ഒരു മനസ്സ്. അതിനെ നോവിച്ചാൽ അതിന് നോവും. ഞാനും എൻ്റെ തമ്പുരുമോളും ഇത്രയും കാലം ആരുമില്ലാത്തവരെ പോലെയാണ് ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ മതി. എൻ്റെ മനസ്സിന് ഏൽക്കേണ്ടി വന്ന മുറിവുകളൊന്നും ഇനി ഒരിക്കലും ഉണങ്ങില്ല. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്കിഷ്ടമല്ല. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എന്ന് പറഞ്ഞ് ജാനി ഫോൺ കട്ട് ചെയ്തു. ജാനിയും മെറിനും റൂം ക്ലീനിങ്ങിലാണ്. ജാനി മുഖത്ത് മാസ്ക് കെട്ടി പൊടിയെല്ലാം തൂത്തു തുടയ്ക്കുന്നുണ്ട്. മെറിനാണെങ്കിൽ അടിച്ചുവാരി തുടയ്ക്കുന്നു. ഈ പണിയൊന്നും തനിക്ക് ബാധകമല്ല എന്ന മട്ടിൽ ബുക്ക് മടിയിൽ വെച്ച് ടിവിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തമ്പുരു. എടി, വെറുതെ TV കണ്ടിരിക്കാതെ ആ സിങ്കിലിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേ. ജാനി. അതെ, ഞാൻ TV കാണുകയൊന്നുമല്ല. നാളെ മാത്സ് ക്ലാസ് ടെസ്റ്റ് അല്ലേ, അത് പഠിക്കുകയാണ്. തമ്പുരു. നീ പഠിക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടാനാണോ TV വെച്ചിരിക്കുന്നത്? പോയി TV നിർത്തടി. എന്നിട്ട് ആ സിങ്കിലെ പാത്രങ്ങൾ പോയി കഴുകി വയ്ക്കി. ജാനകി. അപ്പോൾ തന്നെ തമ്പുരു TV നിർത്തിവെച്ചു. ചേച്ചി, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ക്ലാസ് ടെസ്റ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് പറഞ്ഞു തരുമോ? പ്ലീസ് ചേച്ചി. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്സിന് ഫുൾ മാർക്ക് വാങ്ങും. അനിയത്തിയുടെ മാർക്ക് കണ്ട് ചേച്ചിക്ക് സന്തോഷിക്കുകയും ചെയ്യാം. തമ്പുരു. നീ അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കണ്ട. പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങുക. അല്ലാതെ കോപ്പി അടിച്ചൊന്നും മാർക്ക് വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ജാനി. ചേച്ചി പ്ലീസ് ചേച്ചി. തമ്പുരു. ആ ചാപ്റ്റർ മുഴുവനും പഠിക്കുക. ഏത് ക്വസ്റ്റ്യൻ ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. ജാനി. വേണ്ട, എനിക്ക് പറഞ്ഞു തരണ്ട. വലിയ ടീച്ചറാണെന്ന് കരുതി ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. അതേ, ഞാൻ കഴിച്ച പാത്രം മാത്രം ഞാൻ കഴുകും എന്ന് പറഞ്ഞ് തമ്പുരു അടുക്കളയിലേക്ക് ചവിട്ടി തുള്ളി പോയി. അപ്പോഴാണ് ജാനി കാണുന്നത് തമ്പുരുവിൻ്റെ ബുക്കിൻ്റെ മുകളിൽ ടോപ്പില്ലാത്ത ഒരു പേന. ഇനി ഈ പേനയാണ് അടുത്ത പ്രശ്നത്തിന് വഴിവെക്കുന്നത്. നിങ്ങൾക്ക് തോന്നും ഒരു പേന എന്ത് പ്രശ്നമുണ്ടാക്കാനാണെന്ന്. വെയിറ്റ് ആൻഡ് സീ.